കണ്ണൂർ നഗരത്തിൽ ബുധനാഴ്ചയും തെരുവ് നായയുടെ ആക്രമണം 15 പേർക്ക് കടിയേറ്റു. താവക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലാണ് കാൽനടയാത്രക്കാർക്ക് കടിയേറ്റത്. ചൊവ്വാഴ്ച 50-ലധികം പേരെ തെരുവ് നായ കടിച്ചിരുന്നു. കണ്ണൂർ നഗരത്തിൽ ചൊവ്വാഴ്ച തുടങ്ങിയ തെരുവുനായ ഭീതി ഒരു ദിവസം കഴിഞ്ഞിട്ടും അകന്നില്ല. ചൊവ്വാഴ്ച 50-ലധികം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ബുധനാഴ്ച രാവിലെ മുതൽ തെരുവുനായ വീണ്ടും ആക്രമണം തുടങ്ങി. 15 പേർക്ക് രാവിലെ മാത്രം കടിയേറ്റു. താവക്കര ബസ് സ്റ്റാൻഡ് പരിസരം, SBI, റെയിൽവേ സ്റ്റേഷൻ, പ്ലാസ, പ്രഭാത് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് തെരുവുനായ ആളുകളെ കടിച്ചത്. പിറകിൽ നിന്ന് വന്ന് കാലിന് കടിക്കുകയാണ് പട്ടി. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ചയും നിരവധി പേർ ചികിത്സ തേടിയെത്തി. മംഗലാപുരം സ്വദേശി മുഹമ്മദ് നാസർ, ഇരിട്ടി സ്വദേശി തൗഫീഖ്, ഏരിയം സ്വദേശി കുഞ്ഞികൃഷ്ണൻ, എറണാകുളം സ്വദേശി സാജു കെ തങ്കപ്പൻ, സജീവൻ മട്ടന്നൂർ, സുനിൽകുമാർ കാട്ടാമ്പള്ളി, രഹാൻ കണ്ണൂർ, ഗോപിനാഥൻ മുണ്ടേരി, മുഹമ്മദ് റാഷിദ്, കുയിലൂരിലെ ശ്രീലത, പ്രദീപൻ തയ്യിൽ, കരുണാകരൻ ബ്ലാത്തൂർ, ഭൂപതി ചിന്നസേലം, ഭിന്നശേഷിക്കാരനായ തോട്ടടയിലെ ജാസ്, പടന്നപ്പാലത്തെ പ്രവീൺ കുമാർ, ചെറുപുഴയിലെ ജോയൽ തുടങ്ങിയവർക്കാണ് ബുധനാഴ്ച തെരുവുനായയുടെ കടിയേറ്റത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി 2 തെരുവ് പട്ടികളെ ചത്ത നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. കാൽനട യാത്രക്കാരാണ് കടിയേറ്റവരിൽ ഭൂരിഭാഗവും. ഷോപ്പുകളിൽ ജോലിക്ക് എത്തിയവർക്കും കടിയേറ്റിട്ടുണ്ട്. ഭീതിയോടെയാണ് ആളുകൾ നഗരത്തിൽ എത്തുന്നത്. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ വിടാൻ പോലും രക്ഷിതാക്കൾ ഭയക്കുകയാണ്. പോലീസിനെ വിന്യസിച്ചാണ് കുട്ടികളെ റോഡിൽ നിന്നും കടത്തിവിടുന്നത്. സ്കൂളുകളെല്ലാം ചൊവ്വാഴ്ച തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.